ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ക്യാരക്ടർ ടെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കുറച്ച് സെറ്റ് ഓഫ് ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഫംഗ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുവെങ്കിൽ ഈ സി ടൈപ്പ് ഡോട്ട് എച്ച് എന്ന ഹെഡർ ഫയലും കൂടെ നമ്മൾ ആദ്യമേ അതിൽ ആഡ് ചെയ്യണം. അതായത് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ ഡോട്ട് എച്ച് എന്ന് പറയുന്ന അതുപോലെ അതിൻ്റെ അടുത്ത ലൈനായിട്ട് ഹാഷ് ഇൻക്ലൂഡ് സി ടൈപ്പ് ഡോട്ട് എച്ച് എന്ന ഹെഡർ ഫയലും കൂടെ ആഡ് ചെയ്താൽ ഈ ക്യാരക്ടർ ടെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഫംഗ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാനൊക്കെയുള്ളൂ. അതിൽ ആദ്യത്തെ ഒരു ഫംഗ്ഷനാണ് ഈ ഈസ് ആൽഫ എന്ന് പറയുന്നത്. ഒറ്റ വേർഡായിട്ടാണ് ഈസ് ആൽഫ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മളൊരു വേരിയബിളോ എന്തെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യും. ഈ ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഒരു ക്യാരക്ടർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അത് ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഒരു ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസിനെ ബേസ് ചെയ്താണ് ഈ ക്യാരക്ടർ ടെസ്റ്റ് ഫംഗ്ഷൻസിൽ വരുന്ന ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ നോക്കാം, ഇവിടെ ചാർ എന്ന് എഴുതി ലെറ്റർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. ചാർ എന്ന് എഴുതി ലെറ്റർ. അപ്പോൾ ലെറ്റർ എന്ന് പേരുള്ള ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. ഈ ലെറ്റർ എന്ന് പറയുന്ന വേരിയബിളിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കും? നമുക്ക് ആൽഫാബെറ്റ്സ് സ്റ്റോർ ചെയ്യാൻ നോക്കും. ABCD അങ്ങനത്തെ ആൽഫാബെറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്റ്റോർ ചെയ്യാം, സ്മോൾ ലെറ്റേഴ്സും സ്റ്റോർ ചെയ്യാം. പിന്നെ ഡിജിറ്റ്സ് സ്റ്റോർ ചെയ്യാം, അതായത് നമ്പേഴ്സ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നീ നമ്പേഴ്സ് നമുക്ക് ക്യാരക്ടറായിട്ട് സ്റ്റോർ ചെയ്യാം. അതിന് ന്യൂമറിക്കൽ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ന്യൂമറിക്കൽ ആപ്ലിക്കേഷനൊന്നുമില്ല, പക്ഷേ അത് ക്യാരക്ടറായിട്ട് നമുക്ക് ആ ഡിജിറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ സ്പെഷ്യൽ സിമ്പിൾസ്, അതായത് പാൻറ്റിൻ്റെ സിമ്പിൾ, പെർസെൻറ്റേജ് സിമ്പിൾ, ഡോളറിൻ്റെ സിമ്പിൾ, ഹാഷ്, അറ്റിൻ്റെ സിമ്പിൾ, അങ്ങനത്തെ ഈവൻ സ്പേസ് വരെ നമുക്കൊരു സിമ്പിളായിട്ടാണ് അത് കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ സ്പെഷ്യൽ സിമ്പിൾസും നമുക്ക് ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. ഈ ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൽ ആൽഫബറ്റ് ആണോ അല്ലയോ സ്റ്റോർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഈസ് ആൽഫ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈസ് ആൽഫ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ആ വേരിയബിളിൻ്റെ പേര് എഴുതും. ഇവിടെ നമ്മൾ ലെറ്റർ എന്ന വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്തത്, അതുകൊണ്ട് ലെറ്റർ എന്നായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതുന്നത്. അതല്ലെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള എന്തെങ്കിലും ഒരു വേരിയബിൾ ആയിരിക്കും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഒരു ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനാണ് ഈ ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ വാല്യൂ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആണെന്ന് കരുതുക. വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കി, എന്നിട്ട് ആ വാല്യൂ ഈക്വൽ ടു ഈസ് ആൽഫ ലെറ്റർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഈ സി ടൈപ്പ് ഡോട്ട് എച്ച് എന്ന ഹെഡർ ഫയൽ നിർബന്ധമായിട്ടും ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിപ്പം എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് ഈ ലെറ്റർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് എന്തെങ്കിലും ക്യാരക്ടർ സ്റ്റോർ ചെയ്തിരിക്കും. കാരണം ലെറ്റർ എന്നുള്ളത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്തിരിക്കും. അത് ഒരു ആൽഫബറ്റ് ആണ് എങ്കിൽ നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പോൾ കിട്ടുന്ന ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒരു ആൽഫബറ്റ് ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. നോൺ സീറോ വാല്യൂ എന്ന് പറഞ്ഞാൽ മേ ബി അതൊരു 64 എന്നാവാം, അല്ലെങ്കിൽ 512 എന്നാവാം, അല്ലെങ്കിൽ 1000 എന്നാവാം, അല്ലെങ്കിൽ 16 എന്നാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു നോൺ സീറോ, ഈവൻ നെഗറ്റീവ് നമ്പേഴ്സും ആവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതേസമയം ഇതിൻ്റെ അകത്ത് ആൽഫബറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ 0 എന്ന ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ലെറ്റർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ആൽഫബറ്റ് ഒന്നും അല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഡിജിറ്റാണ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ആൽഫബറ്റ് ഒന്നും ഇല്ല എങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ആ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ടായിരിക്കും ഈ വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതൊന്നെങ്കിൽ ഒരു 0 എന്ന വാല്യൂ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ആൽഫബറ്റ് ഒന്നും ഇല്ല എങ്കിൽ 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതല്ല ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ആൽഫബറ്റ് ആണെങ്കിൽ A എന്നോ B എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആൽഫബറ്റ് ആണ് ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ, അത് മേ ബി ഒരു 500 എന്നാവാം, അല്ലെങ്കിൽ 1000 എന്നാവാം, അല്ലെങ്കിൽ 16 എന്നോ 64 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ ആവാം. എന്ത് വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്തായിരുന്നാലും ഒരു നോൺ സീറോ വാല്യൂ ആണെങ്കിൽ ആ വാല്യൂ ആയിരിക്കും ഈ വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലുള്ള വാല്യൂ എന്താണ്, അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റിയാൽ അതിനനുസരിച്ച് ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അത് കാണിക്കാനായിട്ടുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാം ഞാനിവിടെ കാണിക്കാം. ഈ കാണിച്ചിരിക്കുന്നത് ഒരു സാമ്പിൾ പ്രോഗ്രാമാണ്. ഇത് എക്സാമിനൊന്നും ചോദിക്കത്തില്ല, പക്ഷേ ഈ ഈസ് ആൽഫ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്.
അപ്പോൾ ഇതെന്ന് പറയുന്നത് സി പ്രോഗ്രാം ടു ചെക്ക് എ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ് ഓർ നോട്ട്. അതായത് ഒരു ക്യാരക്ടർ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഡാറ്റ, ആ വാല്യൂ ഒരു ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സാമ്പിൾ ഷോയ്ക്കുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം ഈ പ്രോഗ്രാമിൽ ഞാൻ എന്താ ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും, ഇവിടെ സി ടൈപ്പ് ഡോട്ട് എച്ച് എന്ന ഹെഡർ ഫയൽ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ സാൾഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സി ടൈപ്പ് ഡോട്ട് എച്ച് എന്ന ഹെഡർ ഫയൽ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സി പ്രോഗ്രാം ടു ചെക്ക് എ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ് ഓർ നോട്ട് എന്ന് ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഹെഡർ ഫയൽ 2 ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് ബാക്കി മെയിൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഞാൻ 2 സാമ്പിൾ ഔട്ട്പുട്ട് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം ഔട്ട്പുട്ട് സ്ക്രീനിൽ എൻ്റർ എ ക്യാരക്ടർ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു ആൽഫബറ്റ് ഡി എന്ന് പറയുന്ന ആ ആൽഫബറ്റാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഉടനെ തന്നെ നമുക്ക് അടുത്ത ഇൻസ്റ്റൻറ്റിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ദ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ്, ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ ഒന്നും കൂടെ റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ എ ക്യാരക്ടർ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു 5 എന്ന് പറയുന്ന ഡിജിറ്റാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ദ ക്യാരക്ടർ ഈസ് നോട്ട് ആൻ ആൽഫബറ്റ് എന്ന ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതായത് ഇതെന്ന് പറയുന്നത് ഈ ഡി എന്നും 5 എന്ന് പറയുന്ന വാല്യൂസ്, ആ ഒരു ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ലെറ്റർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ്. അപ്പോൾ ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഒരു ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചാണ് ഈ ഔട്ട്പുട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഈ പ്രോഗ്രാമിൽ പുതിയൊരു കാര്യവും കൂടെ പഠിക്കുന്നുണ്ട്. അത് ഞാൻ എത്തപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ആ കാര്യം എന്താണെന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കാം, ഞാനിവിടെ ലെറ്റർ എന്ന് പറയുന്ന പേരുള്ള ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ വേരിയബിൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ ക്യാരക്ടർ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന് ആൽഫബറ്റോ അല്ലെങ്കിൽ നമ്പേഴ്സോ അല്ലെങ്കിൽ സ്പെഷ്യൽ സിംബൽസോ ഒക്കെ ആയിരിക്കും നമ്മൾ ക്യാരക്ടർ എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനാണ് ലെറ്റർ എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാല്യൂ എന്ന് പറഞ്ഞ് ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ ആൽഫ എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 0 അല്ലാത്ത വേറെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ നമ്പറാണ്. അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പ്രിൻ്റ്എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എൻ്റർ എ ക്യാരക്ടർ എന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ വേരിയബിൾ, ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സ്കാൻഎഫ് എന്ന് എഴുതി %c എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അതായത് ഒരു ക്യാരക്ടർ ഇൻപുട്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ %c എന്ന് കൊടുത്തിട്ട് ആൻഡ് ലെറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റർ എന്ന് പറയുന്ന വേരിയബിളിലോട്ടായിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ സ്റ്റോർ ആവുന്നത്. എന്നിട്ടാണ് ഇനി മെയിൻ ആയിട്ടുള്ള ആ ഒരു സെക്ഷൻ വരുന്നത്. വാല്യൂ ഈക്വൽ ടു ഈ ആൽഫ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ വേരിയബിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലയോ എന്നായിരിക്കും അത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽഫബറ്റ് ഇതിൻ്റെ അകത്ത് ഈ വേരിയബിളിൻ്റെ അകത്ത് ആൽഫബറ്റ് ഒന്നും ഇല്ല എങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം ആൽഫബറ്റ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതായത് നമ്മളിവിടെ 5 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ആ 0 ആയിരിക്കും ഈ വാല്യൂ എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്യുന്നത്. അതേസമയം ഈ ലെറ്റർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് എന്തെങ്കിലും ആൽഫബറ്റ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ, നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത പോലെ ആൽഫബറ്റ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു നോൺ 0 വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് പറയുന്നത്. ആ നോൺ 0 വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 64 എന്നോ 500 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു 0 അല്ലാത്ത ഒരു വാല്യൂ ആയിരിക്കും, ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അതിനെയായിരിക്കും വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ഈ വാല്യൂവിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ബേസ് ചെയ്താണ് ഇതിൽ ഏത് സംഭവം ഡിസ്പ്ലേ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കാം, നമുക്ക് കിട്ടുന്ന ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ദ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ് എന്നും ദ ക്യാരക്ടർ ഈസ് നോട്ട് ആൻ ആൽഫബറ്റ് എന്നും ഈ 2 ഔട്ട്പുട്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ കാണിക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് കാണിക്കണം. അപ്പോൾ ആൽഫബറ്റ് ആണ് എങ്കിൽ ദ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ആൽഫബറ്റ് അല്ല എങ്കിൽ ദ ക്യാരക്ടർ ഈസ് നോട്ട് ആൻ ആൽഫബറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ദ ക്യാരക്ടർ ഈസ് എന്നത് കോമൺ ആണ്. ദ ക്യാരക്ടർ ഈസ് എന്നത് സംഭവം കോമൺ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ആൻ ആൽഫബറ്റ് എന്നും ഈ നോട്ട് ആൻ ആൽഫബറ്റ് എന്നും എന്നീ 2 സംഭവങ്ങളാണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളിവിടെ പ്രിൻ്റ്എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ ദ ക്യാരക്ടർ ഈസ് എന്നുള്ള സംഭവം കോമൺ ആയിട്ട് വരികയാണ്. ദ ക്യാരക്ടർ ഈസ് എന്നത് 2ലും കോമൺ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ആൽഫബറ്റ് ആണെങ്കിൽ ആൻ ആൽഫബറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതല്ല ആൽഫബറ്റ് അല്ല എങ്കിൽ നോട്ട് ആൻ ആൽഫബറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഈ ആൽഫബറ്റ് ആണോ ആൽഫബറ്റ് അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ വാല്യൂ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ വെച്ചിട്ടാണ്. ഈ വാല്യൂ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 0 ആണ് എങ്കിൽ നോട്ട് ആൻ ആൽഫബറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതല്ല 0 അല്ലാത്ത വേറെ എന്തെങ്കിലും വാല്യൂ ആണെങ്കിൽ ആൻ ആൽഫബറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതാണല്ലോ അതിൻ്റെ ലോജിക്ക്. അപ്പോൾ ഈ പ്രിൻ്റ്എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ദ ക്യാരക്ടർ ഈസ് എന്ന് പറഞ്ഞിട്ട് %s എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്.
നമ്മൾ ഇത്രയും ഉള്ള ഇതുവരെ പഠിച്ച വീഡിയോസിലെല്ലാം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുകിൽ %d എന്ന് കൊടുക്കും, അതായത് ഇൻറ്റീജർ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ %d എന്ന് കൊടുക്കും. അതല്ല ഡെസിമൽ പോയിന്റ് ഉള്ള വാല്യൂ ആണെങ്കിൽ %f എന്ന് കൊടുക്കും. ഒന്നുകിൽ %f എന്നോ അല്ലെങ്കിൽ %.2f എന്നോ അങ്ങനെ ഡെസിമൽ പ്ലേസസ് ഫിക്സ് ചെയ്തിട്ടുള്ള %.2f എന്നോ അങ്ങനെയായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതല്ല ക്യാരക്ടറാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ ഇവിടെ %c എന്ന് ഡിസ്പ്ലേ ചെയ്യും. പക്ഷേ ഇവിടെ %s എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ എസ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ട്രിങ്ങിനെയാണ്, STRING, ഈ സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് എസ് എന്ന് പറയുന്നത്. ഈ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിങ് എന്ന് സാധാരണ ഉദ്ദേശിക്കുന്നത്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രകാരം എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാരക്ടർ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സാധാരണ സ്ട്രിങ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഈ %s എന്ന ആ ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഈ %s എന്ന് പറയുന്ന ടേം സത്യം പറഞ്ഞാൽ നമ്മുടെ C പ്രോഗ്രാമിങ്ങിൽ അറേ വരുമ്പോഴാണ് നമ്മൾ സാധാരണ പഠിക്കുന്നത്. C++ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചിനെ. കാരണം ഈ %s എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് തന്നെ C++ലുണ്ടായിരുന്നു. അങ്ങനെ C++ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ ആൾറെഡി നമ്മൾ ഈ ഒരു സംഭവം പഠിച്ചേനെ. പക്ഷേ നമ്മളിവിടെ പഠിക്കുന്നത് C ആണ്. സിയിൽ അറേ എന്ന് പറയുന്ന ടോപ്പിക് വരുമ്പോൾ മാത്രമേ ഈ %s എന്ന് പറയുന്ന സംഭവം വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പ്രോഗ്രാം ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ അത് ഇവിടെ ഇപ്പോഴേ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ %s എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രിങ് ഡാറ്റയെ, അതായത് ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഈ %s എന്ന ടേം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ %s എന്ന് പറയുന്ന ടേമിൻ്റെ സ്ഥാനത്ത് വേണം ഒന്നുകിൽ ആൻ ആൽഫബറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നോട്ട് ആൻ ആൽഫബറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഈ ആൻ ആൽഫബറ്റും നോട്ട് ആൻ ആൽഫബറ്റും ഇതെല്ലാം ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, അതായത് സ്ട്രിങ് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഒരു ക്യാരക്ടർ അല്ലല്ലോ, ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ആൻ എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, ആൽഫബറ്റ് എന്ന് പറയുന്ന ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം ഒരു സ്ട്രിങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഈ നടുക്ക് വരുന്ന ഈ സ്പേസ് എന്ന് പറയുന്നതും ഒരു ക്യാരക്ടർ ആണല്ലോ. അപ്പോൾ ഇത് മൊത്തം ഒരു സ്ട്രിങ് ആയിട്ട് പറയാം. ഈ നോട്ട് ആൻ ആൽഫബറ്റ് എന്നതും ഒരു സ്ട്രിങ് ആയിട്ട് പറയാം. അപ്പോൾ അതായത് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, അതിപ്പോൾ ഒരു വാക്കാവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേർഡ്സ് ആവാം, ഈവൻ എ സെൻറ്റൻസ് വരെ ആവാം ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെല്ലാം സ്ട്രിങ് ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിനെയാണ് എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ആൻ ആൽഫബറ്റ് അല്ലെങ്കിൽ നോട്ട് ആൻ ആൽഫബറ്റ് എന്ന ഒരു സ്ട്രിങ് ആണ് എനിക്ക് ഈ ടേമിൻ്റെ സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ %s എന്ന് കൊടുത്തത്. ഇനി ഈ %sൻ്റെ സ്ഥാനത്ത് ഇതിലേതെങ്കിലും ഒന്നാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഒന്നുകിൽ ആൻ ആൽഫബറ്റ് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ നോട്ട് ആൻ ആൽഫബറ്റ് ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടി ഞാനൊരു കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ %s എന്ന് എഴുതിയിട്ട് ഡബിൾ കോട്ട്സ് ഇട്ട് ക്ലോസ് ചെയ്തു, എന്നിട്ട് കോമ ഇട്ടു. എന്നിട്ടാണ് ഈ %sൻ്റെ സ്ഥാനത്ത് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ മെൻഷൻ ചെയ്യേണ്ടത് ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ ആയിട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ആ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ കണ്ടീഷനാണ് ആദ്യമേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാല്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതായത് വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ 0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്, ഒരു കണ്ടീഷൻ പോലെ. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ, അതായത് വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 0 ആണെങ്കിൽ എന്തായിരിക്കും ഈ വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അവിടെ 0 സ്റ്റോർ ചെയ്യുന്ന എപ്പോഴാണ് ഈ ലെറ്റർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അകത്ത് ആൽഫബറ്റ് ഒന്നും ഇല്ല എങ്കിലാണ് 0 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ സ്റ്റോർ ആവുന്നത്, വാല്യൂ എന്ന് പറയുന്ന വേരിയബിളോട്ട്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്ന വേരിയബിൾ 0 ആണ് സേവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആൽഫബറ്റ് ഒന്നും ഇല്ല എന്നാണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ, വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് വാല്യൂ 0 ആണ് എങ്കിൽ നോട്ട് ആൻ ആൽഫബറ്റ് എന്ന സംഭവം, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഡിസ്പ്ലേ ചെയ്യണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇതാ ഈ നോട്ട് ആൻ ആൽഫബറ്റ് എന്നതാണ് ഈ കണ്ടീഷൻ ഓപ്പറേറ്ററിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 1. ഈ കണ്ടീഷൻ ഓപ്പറേറ്ററിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് ആൻ ആൽഫബറ്റ് എന്നത്. അപ്പോൾ ഈ നോട്ട് ആൻ ആൽഫബറ്റും ആൻ ആൽഫബറ്റും എന്നത് സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്ട്രിങ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ നോട്ട് ആൻ ആൽഫബറ്റ് എന്ന് പറയുന്ന സ്ട്രിങ് ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആൻ ആൽഫബറ്റ് എന്ന് പറയുന്ന സ്ട്രിങ്ങും ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു ക്യാരക്ടറാണ് നമ്മൾ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യേണ്ടെങ്കിൽ സിംഗിൾ കോഡ്സിൻ്റെ അകത്താണ് കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചു, അത് ക്യാരക്ടേഴ്സ്. അതേസമയം സ്ട്രിങ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് സ്ട്രിങ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളിങ്ങനെ ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് ആ ഒരു ടെക്സ്റ്റ് മെൻഷൻ ചെയ്യുന്നത്, ആ ഒരു സ്ട്രിങ് മെൻഷൻ ചെയ്യുന്ന ഡബിൾ കോഡ്സിൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഓപ്പറേറ്ററിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 1 ആയിട്ട് നോട്ട് ആൻ ആൽഫബറ്റ് എന്ന് പറയുന്ന സ്ട്രിങ്ങും സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിട്ട് ആൻ ആൽഫബറ്റ് എന്ന് പറയുന്ന സ്ട്രിങ്ങുമാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 0 ആണ് എങ്കിൽ, അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് നോട്ട് ആൻ ആൽഫബറ്റ് എന്നായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ നോട്ട് ആൻ ആൽഫബറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ് ആയിരിക്കും %s എന്ന് പറയുന്ന ടേമിൻ്റെ സ്ഥാനത്ത് ഡിസ്പ്ലേ ആയി വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എൻ്റർ എ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിജിറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ആൽഫബറ്റ് ഒന്നുമില്ല, കാരണം 5 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതായത് ലെറ്റർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ആൽഫബറ്റ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആ 0 വാല്യൂ എന്ന് പറയുന്ന ആ വേരിയബിളോട് സ്റ്റോർ ചെയ്തു. ഇവിടെ വെച്ച് അത് ചെക്ക് ചെയ്യുന്നു, 0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. 0 ആണ് എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ട്രൂ ആണ് എങ്കിൽ
സ്റ്റേറ്റ്മെൻറ്റ് 1 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറഞ്ഞാൽ നോട്ട് ആൻ ആൽഫബറ്റ് എന്ന സ്ട്രിങ് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രിങ് ആയിരിക്കും ഈ %s എന്ന് അതിൻ്റെ സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതാണ് ഈ ദ ക്യാരക്ടർ ഈസ് നോട്ട് ആൻ ആൽഫബറ്റ് എന്ന സംഭവം വരുന്നത്. അതേസമയം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും നോൺ സീറോ വാല്യൂ ആണ് എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അങ്ങനെ ഫാൾസ് ആവുന്നുവെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ആൻ ആൽഫബറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു സ്ട്രിങ് ആയിരിക്കും ഈ %s അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതാണ് ഇവിടെ ദ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ലെറ്റർ അല്ലെങ്കിൽ ഒരു വേരിയബിൾ, ക്യാരക്ടർ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈസ് ആൽഫ എന്ന സംഭവം എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ആൽഫബറ്റ് അല്ല എങ്കിൽ, അതിൻ്റെ അകത്ത് ഈ വേരിയബിളിൻ്റെ അകത്ത് ആൽഫബറ്റ് ഒന്നും ഇല്ല എങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം ആൽഫബറ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഔട്ട്പുട്ട് 0 കിട്ടും. എന്തെങ്കിലും ആൽഫബറ്റ് ഉണ്ട് എങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. 0 അല്ലാത്ത ഒരു വാല്യൂ ആയിരിക്കും ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടുന്ന ഔട്ട്പുട്ട് ബേസ് ചെയ്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ആൽഫബറ്റ് ആണ് അല്ലെങ്കിൽ ആൽഫബറ്റ് അല്ല എന്നൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനൊക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്യാരക്ടർ ടെസ്റ്റ് ഫംഗ്ഷൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്നുള്ളത് ctype.h എന്ന ഹെഡർ ഫയലിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ctype.h എന്ന ഹെഡർ ഫയലിൽ ഈ ക്യാരക്ടർ ടെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും കുറച്ച് 3-4 ഫംഗ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഫംഗ്ഷനാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്, ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഈസ് ഡിജിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസ് ഡിജിറ്റ് എന്ന ഫംഗ്ഷൻ നമ്മുടെ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈസ് ഡിജിറ്റ് എന്നത്. ഈ വേരിയബിളിൻ്റെ അകത്ത് ഡിജിറ്റ് അല്ല സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, അതിൻ്റെ അകത്ത് ഡിജിറ്റ് ഒന്നും ഇല്ല എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതല്ല എന്തെങ്കിലും ഡിജിറ്റ് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. നോൺ സീറോ വാല്യൂ എന്ന് പറഞ്ഞാൽ മേ ബി 16 എന്നോ 64 എന്നോ 500 എന്നോ 1000 എന്നോ അങ്ങനെ എന്തെങ്കിലും നോൺ സീറോ വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ഈസ് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതെന്ന് പറയുന്നത് നമ്മുടെ വേരിയബിളിനകത്ത്, ക്യാരക്ടർ വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ലോവർ കേസിലുള്ള ആൽഫബറ്റ് ആണോ, അതാണ് ലോവർ കേസ് ലെറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലോവർ കേസിലുള്ള ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ലോവർ കേസിലുള്ള ആൽഫബറ്റ് ആണ് ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. അതേസമയം ലോവർ കേസിലുള്ള ലെറ്റർ അല്ല അതിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 എന്നായിരിക്കും. അതുപോലെ തന്നെ ഈസ് അപ്പർ എന്നുണ്ട്. അപ്പർ കേസ് ലെറ്റേഴ്സ് ആണോ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അപ്പർ കേസ് ലെറ്റേഴ്സ് ആണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്, ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. അപ്പർ കേസ് ലെറ്റേഴ്സ് ഒന്നും ആ വേരിയബിൾ ഇല്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 എന്നായിരിക്കും. അതുപോലെ തന്നെ ഈസ് പങ്ക്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതായത് പങ്ക്ച്വേഷൻ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ PUNCT എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന സ്പെഷ്യൽ സിമ്പിൾസ് ആണോ ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. ആ വേരിയബിൾ നമ്മളിവിടെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യും. ആ വേരിയബിളിൻ്റെ അകത്ത് സ്പെഷ്യൽ സിമ്പിൾസ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, സ്റ്റോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. അതേസമയം സ്പെഷ്യൽ സിമ്പിൾ ഒന്നും വേരിയബിളിൻ്റെ അകത്ത് ഇല്ല എങ്കിൽ, ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന വേരിയബിളിൻ്റെ അകത്ത് സ്പെഷ്യൽ സിമ്പിൾ ഒന്നും ഇല്ല എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് 0 എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. അപ്പോൾ നോൺ സീറോ വാല്യൂ എത്രയാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 0 ആണ് എങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് ആ പർട്ടിക്കുലർ സംഭവം ഇല്ല എന്നാണ് അർത്ഥം. അതല്ല നോൺ സീറോ വാല്യൂ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണോ ചെക്ക് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ സംഭവം ആ വേരിയബിൾ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് ഈ ക്യാരക്ടർ ടെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് മേ ബി എക്സാമിന് തിയറി ക്വസ്റ്റനായി ചോദിക്കാം, എന്താണ് ക്യാരക്ടർ ടെസ്റ്റ് ഫംഗ്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 4-5 ഫംഗ്ഷനെ പറ്റി എഴുതി ഒരു 1-2 സെൻറ്റൻസ് വീതം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഈ ഹെഡർ ഫയലിൻ്റെ പേര് കൂടെ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. ctype.h എന്ന ഹെഡർ ഫയലാണ് ഈ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഹെഡർ ഫയൽ. അപ്പോൾ ഇതാണ് ക്യാരക്ടർ ടെസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ളത്. ഇനി നമുക്ക് ഒരു പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം നമുക്ക് എക്സ്ട്രാ ഡിസ്കസ് ചെയ്യാം. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു 6 ഡിജിറ്റ് നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു C പ്രോഗ്രാമാണ്. C പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് എ 6 ഡിജിറ്റ് നമ്പർ. ഒരു 6 ഡിജിറ്റ് നമ്പറിൻ്റെ ആദ്യത്തെ നമ്പറിൻ്റെയും അവസാനത്തെ നമ്പറിൻ്റെയും സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുക, ഞാനിവിടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. എൻ്റെ 6 ഡിജിറ്റ് നമ്പർ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മളൊരു 6 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം ഈ 346756 എന്ന് പറയുന്നത്, അതായത് 3,46,756 എന്ന ഒരു 6 ഡിജിറ്റ് നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ നമ്പറിൻ്റെ അവസാനത്തെ നമ്പറിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം. അതായത് ഇവിടെ 3-ൻ്റെയും 6-ൻ്റെയും കൂടെ സമ്മായ 9 നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം. അത് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഉടനെ അടുത്ത ലൈനായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ എന്താണോ അതിവിടെ കാണിച്ചിട്ട് ഈ 9 എന്നിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും.
അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്, ഇൻപുട്ടായിട്ട് കൊടുത്തത് എന്ന് കരുതുക. ഒരു 6 ഡിജിറ്റ് നമ്പർ, ഇതൊരു 6 ഡിജിറ്റ് നമ്പറാണ്, അതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് എന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്പറിൻ്റെയും ലാസ്റ്റ് നമ്പറിൻ്റെയും സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഈ ഫസ്റ്റ് നമ്പറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, അതുപോലെ തന്നെ ലാസ്റ്റ് നമ്പറിനെയും എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം അതിനെ സം ചെയ്ത് എത്രയാണ് അതിൻ്റെ സം ചെയ്ത വാല്യൂ എത്രയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ നമ്പർ എങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? ഇതെന്ന് പറയുന്നത് 6 ഡിജിറ്റ് നമ്പറാണ്. അതിൻ്റെ ആദ്യത്തെ നമ്പർ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? ആദ്യത്തെ നമ്പർ മാത്രമായിട്ട് 4 എന്ന നമ്പർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേണം. ആ 4 എന്ന നമ്പർ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? സിമ്പിളാണ്. ഈ വാല്യൂവിനെ, ഈ 6 ഡിജിറ്റ് നമ്പറിനെ 1 lakh കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 4,68,369നെ 1 lakh കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്ര കിട്ടും? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പം 4.68392 എന്ന് കിട്ടും. പക്ഷേ സി പ്രോഗ്രാമിങ്ങിൽ ഒരു ഇൻറ്റീജറിനെ മറ്റൊരു ഇൻറ്റീജർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അതായത് ഈ 4,68,392നെ 1 lakh കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ സി പ്രോഗ്രാമിൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. ഒരു ഇൻറ്റീജറിനെ മറ്റൊരു ഇൻറ്റീജർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പറിനെ 1 lakh കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. നമുക്ക് വേണ്ടത് 4 ആയിരുന്നു, ഏറ്റവും ആദ്യത്തെ നമ്പർ ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ ഈ നമ്പറിനെ 1 lakh കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 4 എന്ന നമ്പർ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. 4 എന്ന നമ്പർ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഈ 2നെ നമുക്ക് എങ്ങനെ എടുക്കാം? 2നെ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം? അതും സിമ്പിളാണ്. നമ്മൾ ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുക്കും. അപ്പോൾ ഈ നമ്പറിനെ, ഈ 4,68,392നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് നമ്പർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തേ. അപ്പോൾ ഈ 6 ഡിജിറ്റ് നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുക്കാം. റിമൈൻഡർ എടുക്കാനായിട്ട് പെർസെൻറ്റേജ് എന്ന സിമ്പിൾ എടുത്താൽ മതി. ഈ നമ്പർ എഴുതി പെർസെൻറ്റേജ് എന്ന് ഇട്ടിട്ട് 10 എന്ന് കൊടുക്കുകയാണെങ്കിൽ 10 കൊണ്ട് ഈ നമ്പർ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അങ്ങനെ എടുക്കുമ്പോഴേക്കും 2 എന്ന നമ്പറും കിട്ടും. അപ്പോൾ ഈ 4ഉം കിട്ടി, 2ഉം കിട്ടി. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എടുത്താൽ മതി, നമുക്ക് ആൻസർ ഡയറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറിനെ ആദ്യം 1 lakh കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് ആദ്യത്തെ നമ്പർ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എടുക്കും. അപ്പോൾ ഈ കിട്ടുന്ന രണ്ട് ഔട്ട്പുട്ടും കൂടെ സം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സം വാല്യൂ എത്രയാണെന്ന് കിട്ടും. അതാണ് ആക്ച്വലി നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കാം, ഞാനിവിടെ നമ്പർ എന്നും സം എന്നും 2 ഇൻറ്റീജർ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ നമ്പർ എന്ന് പറയുന്നത് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ നമ്പറിൻ്റെയും ലാസ്റ്റ് നമ്പറിൻ്റെയും കൂടെ സം കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമല്ലോ. അത് ആ ഒരു സം കാൽക്കുലേറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടിയാണ് സം എന്ന് പറയുന്ന വേരിയബിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സം എന്ന് പറയുന്ന വേരിയബിൾ, ഇൻറ്റീജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് എൻ്റർ 6 ഡിജിറ്റ് നമ്പർ എന്ന സംഭവം പ്രിൻ്റപ്പ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ സ്കാൻഎഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഈ നമ്പർ എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്യുന്നു. പെർസെൻറ്റേജ് ഡി ഒക്കെ കൊടുത്ത് നമ്പർ എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്യുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആദ്യം ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്പർ ഡിവൈഡഡ് ബൈ 1 lakh. ഇതെന്ന് പറയുന്നത് 1 lakh ആണ്. യൂണിറ്റ് 100, 1000, 1000 lakh. നമ്പർ ഡിവൈഡഡ് ബൈ 1 lakh. എന്നിട്ട് പ്ലസ് നമ്പർ പെർസെൻറ്റേജ് 10 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ നമ്പറിനെ ഡിവൈഡ് ബൈ 1 lakh എടുക്കുമ്പോൾ നമുക്കൊരു 3 എന്ന ഔട്ട്പുട്ട് ആയിരിക്കും ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്. അതേസമയം ഇവിടെ ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ എടുക്കുകയാണ്. അതാണ് പെർസെൻറ്റേജ് 10 എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. അപ്പോൾ ഈ 6ഉം ഈ 3യും കൂടെ സം ചെയ്ത് കിട്ടുന്ന ആ 9 എന്ന വാല്യൂ ആയിരിക്കും സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ഡയറക്റ്റായിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് പെർസെൻറ്റേജ് ഡി ഈസ് പെർസെൻറ്റേജ് ഡി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പെർസെൻറ്റേജ് ഡി എന്ന സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണ്. അപ്പോൾ അതാണ് ഇവിടെ 3,46,756 ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നിട്ട് ഈ പെർസെൻറ്റേജ് ഡി എന്ന് കൊടുത്തിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്യേണ്ട അതെന്ന് പറയുന്നത് സം എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഈ പെർസെൻറ്റേജ് ഡിക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പെർസെൻറ്റേജ് ഡിക്ക് നമ്പർ എന്ന് പറയുന്ന വേരിയബിളും ഈ രണ്ടാമത്തെ പെർസെൻറ്റേജ് ഡിക്ക് സം എന്ന് പറയുന്ന ആ വേരിയബിൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ആയിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ആദ്യത്തെ നമ്പറിൻ്റെ, ഒരു 6 ഡിജിറ്റ് നമ്പറിൻ്റെ ആദ്യത്തെ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പറിൻ്റെയും കൂടെ ഒരു സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. നമ്മൾ പറയുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നുമെങ്കിലും അതിൻ്റെ പ്രോഗ്രാം എന്നുള്ളത് വളരെ സിമ്പിളാണ്. കാരണം ലോജിക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, എത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അടുത്ത വീഡിയോയിൽ നമ്മുടെ സി പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ, ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഒരു കോളം വരച്ചൊരു ടേബിൾ പോലെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ കാണാതെ പഠിക്കുക. അതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം. അത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.